الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. أما بعد فأوصيكم بنفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين. ഞാനിനി ആമുഖങ്ങൾ പറയേണ്ടതില്ല. എന്നാൽ ക്ലാസ്സും എടുക്കുന്നില്ല. കുറച്ച് സമയം ഇങ്ങനെ നമുക്ക് സംസാരിക്കാം. കുറച്ച് നാടൻ വർത്താനം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പിരിയാം. മുമ്പ് ചാലിയം കടപ്പുറത്തുകാരൻ ഒരാൾ മർഹൂം ആലിക്കോയ എന്നാണ് അയാളുടെ പേര്, മരണപ്പെട്ടു. അയാൾ നേരത്തെ ഷെയ്ഖുന ബഹറുൽ ഉലൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒക്കെ ഉസ്താദ് ഉള്ള സമയത്തും അവിടെ സ്ഥിരം വരുന്ന ഒരാളാണ്. സാധാരണക്കാരൻ, ഒരു കടൽ തൊഴിലാളി. അതിനുശേഷവും റയീസുലമയുടെ അടുത്ത് മരണം വരെ അയാൾ വരാറുണ്ട്. ഒരു നല്ല മനസ്സുള്ള, ഈ മഹാന്മാരുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാകണം അള്ളാഹുവിനെക്കുറിച്ച് ചിന്തയുള്ള ഒരു സാധാരണക്കാരൻ. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ദിവസം ഈ ഔസുന്നയിൽ വന്നപ്പോൾ ഞാൻ അയാളോട് സംസാരിച്ച കൂട്ടത്തിൽ അയാൾക്ക് മഹാന്മാരിൽ നിന്നുള്ള ഒരനുഭവം സംസാരിച്ചു. ചാലിയം കടപ്പുറത്ത് ഖാദിയായിരുന്നു മർഹൂം സദഖത്തുല്ലാഹ് അൽ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി തുടങ്ങിയ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ ഖബൂലാക്കട്ടെ. നമ്മുടെ ഈ ഇരുത്തം, ഈ ഇജ്തിമാഅ് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വസീലയായി അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ. മാരിഫത്തും മഹബ്ബത്തും ലഭിക്കേണ്ട വിധം ലഭിക്കാൻ അല്ലാഹു ഇതൊരു കാരണവും തുടക്കവും ആക്കി കബൂലാക്കി തരട്ടെ. അപ്പോൾ അവർ ആ കടപ്പുറത്തുകാരോട് ദഅവത്ത് ചെയ്യേണ്ട രീതിയിൽ ദഅവത്ത് ചെയ്തു എന്നാണ് എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഒരു ദിവസം മസ്ജിദിൽ നിന്ന് ചോദിച്ചു, മീനിൽ ഏറ്റവും മുന്തിയ മീൻ ഏതാണ്? കടപ്പുറക്കാരാണല്ലോ മീനിൽ ഏറ്റവും മുന്തിയ മീൻ ഏതാണ്? അവർ അവരുടെ അറിവിൽ ഉയർന്നതായി മനസ്സിലാക്കിയ ഓരോ മീനുകളും എണ്ണി. ഏത് പേര് പറഞ്ഞിട്ടും ഖാദിയർ സമ്മതിച്ചില്ല. അവസാനം പിന്നെ ഞാൻ തന്നെ പറയട്ടെ മറുപടി എന്ന് ചോദിച്ചു. പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന മീനാണ് മീനിൽ ഏറ്റവും മുന്തിയ മീൻ. ഏത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന മീനാണ് മീനിൽ ഏറ്റവും മുന്തിയ മീൻ.
മറ്റ് മീനുകൾ എപ്പോഴും ലഭ്യമല്ല. സ്ഥിരം ഒന്ന് തന്നെ അടിച്ചാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ചെയ്യും. ഒരളവ് വരെ ശരീരത്തിലേക്ക് ഓരോന്നിൻ്റെയും ഘടകങ്ങൾ കയറ്റിവിടാൻ പറ്റൂ എന്ന് നമുക്കറിയാം. എന്നാൽ ഈ മീൻ അമിതമാകുന്ന പ്രശ്നമല്ല. ഏത് മീൻ? ദിക്റല്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന മീൻ ഓവറാവണ പ്രശ്നമല്ല. അളവ് കൂടുന്നൊരു പ്രശ്നം ഇല്ല. വലിക്കുല്ലി നിഅമത്തിൻ അൽഹംദുലില്ലാഹ്. ഇത് നമ്മുടെ ഒരു മുദ്രാവാക്യമാണ്. വലിക്കുല്ലി നിഅമത്തിൻ അൽഹംദുലില്ലാഹ് എന്നത് SSFകാരൻ്റെ ഒരു മുദ്രാവാക്യമാണ്. SSFകാരനെ SSFകാരനാക്കാൻ കാര്യമായ പങ്ക് വഹിച്ച വലിയ ആരിഫാണ് മർഹൂം ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് അൽ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബി. നമ്മുടെ ഒക്കെ എല്ലാ മശായിഖിൻ്റെയും ശൈഖായ മശായിഖുമാരൊക്കെ അവരിലേക്ക് ചെന്ന് മുട്ടുന്ന മഹാനുഭാവൻ. അതിൻ്റെ മുമ്പേയുള്ള മുദ്രാവാക്യമാണ്. യാഫി ഇമാമിനെ പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു വിറുതായി, ഒരു റാത്തിബായി ഖുത്ബി തങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ അതിലെ ഒരു മുദ്രാവാക്യമെന്നോണം വലിക്കുല്ലി നിഅമത്തിൻ അൽഹംദുലില്ലാഹ്. എന്തനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതിന് മുഴുവൻ ഞാൻ എൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത് സംവിധാനിച്ചിട്ടുള്ളതാണ്. അൽഹംദുലില്ലാഹ് അതിൻ്റെ അടുത്ത് റെഡിയാണ്. ഏത് നിയമത്തിനും അൽഹംദുലില്ലാഹ് എൻ്റെ അടുത്ത് റെഡിയാണ് എന്ന ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എന്നൊക്കെ പറയാം. ഇത് മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആയിൽ ഏറ്റവും മുന്തിയ ദുആയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ദുആ. അപ്പം അത് വളരെ മുന്തിയ മീനാണ് എന്നുള്ളത് പറയേണ്ടതില്ല. വേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദിനേക്കാൾ മുന്തിയതാണെന്ന് അഭിപ്രായപ്പെട്ട ആരിഫീങ്ങളുണ്ട്. സംഭവം അങ്ങനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ് ഏറ്റവും മുന്തിയ വചനം. എന്നാലും ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന മീൻ നമ്മുടെ ഖൽബിൽ രൂഢമൂലമാകണം. അത് അല്ലാഹു തആലയെ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ ഫലമാണ്. നമ്മൾ എന്തിനാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? എന്തിനാ ജനിച്ചത് എന്തിനാ? അള്ളാഹുവിൻ്റെ മാരിഫത്തിനാ ജനിച്ചത്. ഇതിനാണ് അല്ലാഹു തആല നമ്മെ ജനിപ്പിച്ചത്. നമ്മെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിയുന്നതിനാണ്. വിശദമായി പറയുന്നില്ല. എന്തിനാണ് നമ്മൾ നിർമ്മിച്ചത്, സൃഷ്ടിച്ചത് എന്ന് ആര് പറയണം? സൃഷ്ടാവ് പറയണം എന്തിനാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, ഖലഖത്തുൽ ഖൽഖ ലിയഅരിഫൂനി. ഞാൻ സൃഷ്ടിച്ചത് അവർ എന്നെ അറിയാനാണ്. എന്നെ അറിയുക എന്ന ഏറ്റവും വലിയ രസം, ആ രസം തലയിൽ കയറിയ അല്ലെങ്കിൽ അനുഭവിച്ച ആസ്വദിച്ച മഹാന്മാർക്ക് അതറിയൂ. ഉദാഹരണത്തിലേക്ക് കടക്കുന്നില്ല, സമയം കുറവാണ്. അപ്പോ
മാരിഫത്തുല്ലാഹിയാണ് ഏറ്റവും വലിയ രസം. ഇത് ഉണ്ടാകണമെങ്കിൽ ആദ്യം അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴികളിലേക്ക് എത്തണം. വഴികളിലേക്ക് എത്തൽ പ്രയാസമല്ല, എളുപ്പമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കാരണസഹിതം കാര്യമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, എന്താണ് അൽഹംദുലില്ലാ എന്നാൽ? എല്ലാ സ്തുതിയും ഏത് സ്ഥലത്ത് വെച്ചായിരുന്നാലും, ഏത് സമയത്തായാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് വ്യക്തിയിൽ നിന്നായിരുന്നാലും, ആകാശങ്ങളിലോ അതിനപ്പുറത്തോ ഭൂമിയിലോ ഭൗതിക ലോകത്തോ പാരത്രിക ലോകത്തോ എവിടെയായിരുന്നാലും എല്ലാ സ്തുതിയുടെയും ഉടമയും അവകാശിയും ആര് മാത്രം? അള്ളാഹു മാത്രം. എന്തുകൊണ്ട്? ഇത് ഞാൻ ബോധപൂർവം വിഷയം ബോധ്യപ്പെട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. റബ്ബിൽ ആലമീൻ, ഈ പ്രപഞ്ചലോകത്ത് മുഴുവനും പ്രാപഞ്ചിക വസ്തുക്കളെ മുഴുവനിനെയും ചെറുതാകാം വലുതാകാം, നമ്മുടെ പരിധിയിൽ ഉള്ളതാകാം അതിനപ്പുറത്തുള്ളതാകാം, ഇതുവരെ ഉണ്ടായതാകാം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതാകാം, ഏതിനെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് പരിപാലിച്ച് വളരെ ശാസ്ത്രീയമായി വളർത്തി സംവിധാനിച്ച് നിലനിർത്തിപ്പോരുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു തആല മാത്രമാണ്. ഇതുകൊണ്ടാണ് സർവസ്തുതിയുടെയും ഉടമ അല്ലാഹു മാത്രമാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നത്. എന്ന് ഈ ഒരു ബോധം, ശരിക്ക് ഈ ബോധം ഉൾബോധമായാൽ മനുഷ്യൻ മനുഷ്യനാവും. സ്വാഭാവികതയിലൂടെ അവനിൽ നിന്ന് ഈ ഹംദിന്റെ വാക്കും അതിനനുസൃതമായ ചിന്തകളും വരും. നമ്മുടെ അനുഗ്രഹങ്ങളെ അതിൻ്റെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലൂടെ എല്ലാം അള്ളാഹുവിൻ്റെതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ്, നമുക്കത് മനസ്സിലാക്കി തന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. ശരിക്ക് നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത് ആരാണ്? അള്ളാഹുവിനെ കണ്ടയാളാണ്. വേറെ ഒരു സമുദായത്തിനും ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അള്ളാഹു തആലയെ പരിചയപ്പെടുത്തുമ്പോൾ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് എന്നു പറയാനുള്ള യോഗ്യത ലഭിച്ചവർ ആര് മാത്രം? ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം. തങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഏത് കാര്യങ്ങളും തങ്ങൾ കാണാത്തതായി ഇല്ലേ ഇല്ല. സ്വർഗമാവട്ടെ നരകമാകട്ടെ, അർശോ കുർസിയോ ലൗഹുൽ മഹ്ഫൂളോ ഏതുമാകട്ടെ, ആകാശങ്ങൾ ഏതുമാകട്ടെ, ഏത് സ്ഥലങ്ങളും കൃത്യമായി നേരെ ലൈവായി നഗ്ന നേത്രങ്ങളെ കൊണ്ട് ദർശിച്ചവരാണ് നമ്മുടെ സയ്യിദ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ കണ്ട് അനുഭവിച്ചതനുസരിച്ചാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതുകൊണ്ട് തന്നെ ശരിക്കും നമ്മളോളം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പറ്റിയ വേറെ ഒരു സമുദായം ഇതുവരെ കഴിഞ്ഞുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമല്ലാതെ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഓരോന്ന് നാം ചിന്തിച്ചാൽ അതിലൂടെ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് സാധിക്കണം. ഇതിനാണ് നമ്മൾ ജനിച്ചത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടാൻ നമുക്ക് ആവണം. നമ്മുടെ മശായിഖ് മഹാരഥന്മാർ അത് അനുഭവിച്ചവരാണ്, കണ്ട പോലെ ബോധ്യമുള്ളവരാണ്. അഥവാ
നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ ഓരോ ചലനങ്ങളും അടക്കങ്ങളും മുഴുവൻ ഈ സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയിക്കുന്ന തെളിവായി അല്ലാതെ ഒന്നും നമ്മിൽ ഇല്ലേ ഇല്ല. ഏത് രോമമായാലും രോമക്കുത്തുകളായാലും ശരീരത്തിലെ ഏത് ജോയിന്റുകളായാലും അവകളുടെ പ്രവർത്തനങ്ങളായാലും ഏത് സെല്ലുകളായാലും കോശങ്ങളായാലും അവകളിലൊക്കെയുള്ള അണുക്കളായാലും നാഡികളും ഞരമ്പുകളുമായി മജ്ജയും മാംസവുമായി ശരീരത്തിൽ പരന്നുകിടക്കുന്ന ശരിക്ക് ഒരു ആലം, ഒരു പ്രപഞ്ചലോകം എന്ന് പറയാൻ പറ്റിയതാണ് ഓരോ മനുഷ്യന്റെയും ശരീരമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യനകത്ത് എത്ര ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നു, എത്ര മെഷീനുകൾ പ്രവർത്തിക്കുന്നു, ഏതെല്ലാം തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹാർട്ടിലും കിഡ്നിയിലും തലച്ചോറിലും ഇങ്ങനെ ശരീരത്തിൻ്റെ മുഴുഭാഗങ്ങളിലും വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉൽപാദനങ്ങളും സർക്കുലേഷനുകളും എല്ലാം മുഴുസമയത്തും അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ബോധ്യമുള്ള പരമാർത്ഥമാണ് കർത്താവില്ലാതെ ഒരു ക്രിയയും നടക്കില്ല എന്നത്. ഇത് ഏത് പ്രകൃതിയെ വാദിക്കുന്നവനും അംഗീകരിക്കുന്ന പരമാർത്ഥമാണ്. ക്രിയയാണോ? ക്രിയക്ക് കർത്താവ് വേണം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നാം അറിയുന്നവരെയില്ല. അതിൻ്റെ പേരിൽ ഒരു ജർക്കിങ് അനുഭവപ്പെടുന്നില്ല. പുറത്ത് ഏത് മെഷീനുകൾ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ശബ്ദം സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതിൻ്റെ ജർക്കിങ് താങ്ങാൻ കഴിയുന്നില്ല. നമ്മെ ശല്യപ്പെടുത്തുന്നുവെങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നമ്മെ അതുകൊണ്ട് വേദനിപ്പിക്കുന്നില്ല, ശല്യപ്പെടുത്തുന്നില്ല. നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമാകുന്നില്ല. മറ്റ് ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന്, കേൾക്കുന്നതിന് തടസ്സമാകുന്നില്ല. ഈ രീതിയിൽ ആര് നടത്തുന്നു എന്ന് ചോദിച്ചാൽ അല്ലാഹു തആല. അതാണ് നേരത്തെ ആമുഖ ഭാഷണത്തിൽ നമ്മൾ കേട്ടത്. പലരും അത് വെറും ഭൂമിയിലെ ജലം മാത്രമാണ് എന്ന് മനസ്സിലാക്കാറുണ്ട്. ആമുഖ ഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കി ശരീരത്തിലെ വിവിധ ദ്രാവകങ്ങൾ ആ ചോദ്യത്തിൽ പെടുന്നു. ഈ ദ്രാവകങ്ങളെ അവ വറ്റിക്കേണ്ട ആവശ്യമില്ല. പ്രവർത്തനങ്ങൾ നടക്കുന്നതനുസരിച്ച് ഹീറ്റാകുമെന്നത് നമുക്കറിയാം. ഹീറ്റായാൽ ജലാംശം വറ്റുമെന്നതും നമുക്കറിയാം. ഓരോ മൈക്രോ സെക്കൻഡിലും നേരത്തെ ഉള്ളത് വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല പുതിയത് അതിലേക്ക് ഉൽപ്പാദിപ്പിച്ച് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു. അളവ് കൂടുന്നില്ല, കുറയുന്നുമില്ല. ഒരേ അവസ്ഥയിൽ ഇത് പടച്ച റബ്ബിനല്ലാതെ ആർക്ക് സാധിക്കും? ചെറിയ കുഞ്ഞിൽ, ഇന്ന് ജനിച്ച കുഞ്ഞിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അളവ് രക്തം, ആർക്കും അറിയാത്തത് പറയുന്നില്ല, ആരെണേ പറയുള്ളൂ. ആ അളവ് രക്തം ആണ് നമ്മിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് എണീറ്റ് നടക്കാൻ സാധിക്കുമോ? ഇല്ല. നമ്മിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇതേ അളവ്, അല്ലെങ്കിൽ നമ്മിൽ വിതരണം ചെയ്യപ്പെടുന്ന ഇതേ അളവ് ആ ചെറിയ കൈക്കുഞ്ഞിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ
സർക്കുലേഷൻ നടത്തിയാൽ ആ കുഞ്ഞിന് ജീവിക്കാനാകുമോ? ഇല്ല. ഇങ്ങനെ പ്രായവ്യത്യാസമനുസരിച്ച് അളവുകൾ വ്യത്യാസപ്പെടുത്തി, ദിവസങ്ങളുടെ വ്യത്യാസമനുസരിച്ച് അളവുകൾ വ്യത്യാസപ്പെടുത്തി ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങളും എനർജികളും ഊർജവും ഉൽപ്പാദിപ്പിക്കുകയും എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ട കൃത്യ അളവിൽ എത്തിക്കുകയും ചെയ്യുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇതല്ലേ മറുപടി? തലച്ചോറിൽ അല്ലാഹു തആല കടത്തിവിടുന്ന ദ്രാവകത്തിന്റെ അളവ് അല്ലാഹു കുറച്ചാൽ അല്ലെങ്കിൽ നിർത്തിവെച്ചാൽ ആള് രോഗിയായി. ഒരു 2-3 വർഷം വരെ ആ രോഗത്തിന് ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഒരു രോഗിയുടെ കുടുംബം പറഞ്ഞ അനുഭവം. ഒരു ചെറുപ്പക്കാരൻ, നല്ല പവറുള്ളയാൾ, നല്ല ആരോഗ്യവാൻ, അയാൾക്ക് മറവി രോഗം അനുഭവപ്പെട്ടു, മരണപ്പെട്ടു. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. നല്ല സാമ്പത്തിക ആസ്തിയുമുണ്ട്, എങ്ങനെ ചികിത്സിക്കാനും കുടുംബം സന്നദ്ധരുമാണ്. വലിയ വലിയ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ രോഗത്തിന്റെ പേര് പറഞ്ഞു എന്നല്ലാതെ ഇതിന് ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. തലച്ചോറിലെ ദ്രാവകം കൊഴുപ്പ് വറ്റുകയാണ്. എല്ലാ സമയത്തും വറ്റുന്നുണ്ട്, പക്ഷേ അല്ലാഹു തആല പകരം അതിലേക്ക് കടത്തിവിടുന്നു. ഇത് അല്ലാഹു നിർത്തിവെച്ചു. വലിയൊരു പാഠം. അയാൾക്ക് നേരത്തെ മറവി അനുഭവപ്പെട്ടു, പിന്നീട് ചലനശേഷി വരെ നഷ്ടപ്പെട്ടു, പോള വരെ അനക്കാൻ കഴിയാത്ത അവസ്ഥയിലായി, ആകെ ശുഷ്കിച്ച് ക്ഷീണിച്ച് ആള് മരണപ്പെട്ടു. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. വലിയൊരു ബലാ ആണ്. ബലാവും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മുത്തബിഉ സുന്നയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി, യാത്രയിൽ എവിടെ ഇറങ്ങി എന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ച് ആ വഴിക്ക് യാത്ര പോകുമ്പോൾ ഇറങ്ങേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അവിടെ ഒന്ന് ഇറങ്ങി വിശ്രമിച്ച്, ഇങ്ങനെ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഴ് ചെയ്ത് ജീവിച്ച മഹാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവര് പറയാണ്, എനിക്ക് അല്ലാഹു തആല വലിയൊരു പരീക്ഷണം തന്നു വെക്കാം. അത് വലിയൊരു നിയമത്താണ്. നിയമത്തായേ ഞാൻ കാണുന്നുള്ളൂ. ഏത് പ്രയാസമാണെങ്കിലും അതും നിയമത്തായേ ഞാൻ കാണുന്നുള്ളൂ. അതിന് നന്ദി ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്, നന്ദി ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ട്? എനിക്ക് ആ തന്ന മുസീബത്ത് കേവലം ഭൗതികമായ മുസീബത്താണല്ലോ. എന്റെ ഈമാനിനെ അല്ലാഹു തആല നഷ്ടപ്പെടുത്തിയില്ല, പിൻവലിച്ചില്ല. ദീനിയായി എനിക്ക് വിപത്ത് തന്നില്ല, കേവലം ഭൗതികമായ വിപത്താണല്ലോ തന്നത്. അൽഹംദുലില്ലാഹ്. ഇനി ഭൗതിക വിപത്തിൽ തന്നെ എത്ര വലുത് തന്നാലും അതിനേക്കാളും വലുത് തരാൻ അള്ളാഹുവിന് സാധിക്കുമല്ലോ. ഞാൻ ചിന്തിക്കും, അതുകൊണ്ട് എനിക്ക് ആപേക്ഷികമായി ചെറുത് തന്നത് വലിയൊരു നിയമത്താണ്. എൻ്റെ ഒരു മൂത്തമ്മ ഉണ്ടായിരുന്നു, വലിയ മൂത്താപ്പാന്റെ ഭാര്യ. കുറെ കാലമായി മരണപ്പെട്ടിട്ട്. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. നല്ല ആബിദത്താണ്. മിക്ക ദിവസങ്ങളിലും അവർക്ക് സൗമായിരിക്കും, നോമ്പായിരിക്കും. എപ്പോഴും അവരെ കയ്യിൽ തസ്ബീഹുമാരുണ്ടാവും. അയൽ പക്കത്തുള്ള എന്നപോലെ കുടുംബത്തിലെ മക്കളൊക്കെ വിളിച്ചു വരുത്തി എപ്പോഴും എന്തെങ്കിലും ഫുഡ് കൊടുക്കും. അവർക്ക് കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നോമ്പായിരിക്കും. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒരു കയ്യിൽ തസ്ബീഹുമാല, ഒരു കയ്യിൽ കൊള്ളി, അടുപ്പിൽ
തൊഴാൻ വേണ്ടിയിട്ടേ ചണ്ടിയാണ് കത്തിക്കുക. അവര് ശക്തമായ ശ്വാസം മുട്ടിളകി കുരച്ചിട്ട് കണ്ണൊക്കെ തുറിക്കണ രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കുന്നൊരു മൂത്തമ്മയായതുകൊണ്ട് ചെറുപ്പത്തിൽ കുട്ടിയായ കാലം അവർ ശ്വാസം മുട്ടി കണ്ണ് തുറിക്കുമ്പോൾ ഞാനൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ആശ്വാസം വരുമ്പോൾ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? അൽഹംദുലില്ലാ. ആ വാക്ക് ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ കുട്ടിയാണ്, അന്തല്ലല്ലോ. 12 എന്നല്ല പറയണേ, ഇപ്പോഴും അന്തല്ല. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് ഇത്രല്ലേ തന്നിട്ടുള്ളൂ, ഇതിനും വലുത് തരാൻ അല്ലാഹു തആലാക്ക് കഴിയുമല്ലോ. അൽഹംദുലില്ലാ. 2 അൽഹംദുലില്ലാ പറയും. എന്തിന്? ശ്വാസം കിട്ടാതെ കുറെ നേരം കഷ്ടപ്പെട്ടതിന് ഒരു ഇന്നാലില്ലാഹി ഇല്ല, 2 അൽഹംദുലില്ലാഹി പറയും. ആദ്യം തന്നെ ഒരു അൽഹംദുലില്ലാ, എന്നിട്ട് ഇത്രല്ലേ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളൂ, ഇതിനും വലിയത് തരാൻ അല്ലാഹു തആലാക്ക് കഴിയുമല്ലോ. അൽഹംദുലില്ലാ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് വായിക്കണത്. അപ്പൊ മൂത്തമാന് ഓർമ്മ വന്നു. അവരത് പഠിച്ചിട്ടാവണമെന്നില്ല, അവരുടെ ഈമാനാണ് അവരെ കൊണ്ട് ഈ വാക്ക് പറയിച്ചത്. ഈമാൻ മനസ്സിന്റെ ഉള്ളിൽ രൂഢമൂലമായപ്പോൾ അത് പ്രകൃതിയോട് ഇണങ്ങി. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും പ്രകൃതമായി ആ ഈമാനിന്റെ വാക്ക് അവരെ നാവിൽ നിന്ന് ചാടുന്നു. കാരണം മനസ്സിനെയും ആത്മാവിനെയും ആ വിധം ശരിപ്പെടുത്താൻ, പാകപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു, വിജയിച്ചു. അവരെ പിതാവ് ഒരു ആലിമാണ്, ഇങ്ങനത്തെ ആലിമീങ്ങളുടെ കുടുംബത്തിലുള്ള ആളാണ്. അപ്പൊ അവരിൽ നിന്ന് കൈമാറിയ ആ ഒരു ഈമാൻ, ഈ ഒരു ഈമാനിലേക്കാണ് നാം എത്തേണ്ടത്. പൂർണ്ണമായി അല്ലാഹു തആലയെ ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം. അപ്പൊ ഞാൻ പറയുന്നത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്, എത്ര വലിയ പ്രതിസന്ധി പ്രയാസം വന്നാലും ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതൊക്കെ എനിക്ക് നിയമത്തായേ മനസ്സിലാകുന്നുള്ളൂ. എന്തുകൊണ്ട്? ഒന്ന്, ആ കഷ്ടപ്പാട് കേവലം ഭൗതികമാണ്, ദീനിയായി കഷ്ടപ്പാട് അള്ളാഹു തന്നില്ലല്ലോ. അപ്പൊ ഞാൻ അൽഹംദുലില്ലാഹി പറയണം. 2, അതിനേക്കാൾ വലുത് തരാൻ അള്ളാഹുവിന് സാധിക്കുമല്ലോ, തന്നില്ലല്ലോ. അൽഹംദുലില്ലാഹി വീണ്ടും പറയണം. 3, എനിക്ക് അത് സഹിക്കാൻ താങ്ങാനുള്ള സബർ, പവർ അള്ളാഹു തന്നു. വല്ലാത്ത അനുഗ്രഹമല്ലേ സബർ. ഞാൻ അൽഹംദുലില്ലാഹി പറയണം. അതിൻ്റെ പേരിൽ ഒരു പ്രതികേടും കാണിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. 4, ഇതിൻ്റെ പേരിൽ പാരത്രിക ലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം എത്ര വലുതാണ്. അമൽ ചെയ്താൽ ലഭിക്കാത്ത വലിയ പ്രതിഫലമാണല്ലോ ക്ഷമക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്ക് ഒരു കഷ്ടപ്പാട് വന്നാൽ, പനിയാവട്ടെ, തലവേദനയാവട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശല്യപ്പെടുത്തലാകട്ടെ, നമ്മെ ചിലപ്പോൾ ചിലര് പലതരത്തിലും ശല്യപ്പെടുത്തലുണ്ടല്ലോ ഇന്നത്തെ കാലത്ത്, പല രീതിയിലും ശല്യപ്പെടുത്തും. ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല. പല അസൂയകളും ശത്രുതകളും എല്ലാമുള്ള വിവിധ ആളുകളുണ്ടാവും. ചിലപ്പോ നമ്മൾ മോശമായതുകൊണ്ടാവാം. എന്തു വന്നാലും അവിടെ നമുക്ക് 4 നിയമത്തുകളാണ് ഈ ഭൗതിക ലോകത്തെ ഒരൊറ്റ കഷ്ടപ്പാടിലൂടെ വന്നത്. ഇത് ശരിക്ക് തൻ്റെ ഇടമല്ലേ? നല്ല തൻ്റെ ഇടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, എന്തിനും ഒരടിത്തറയുണ്ട്, അടിസ്ഥാനമുണ്ട്, അവലംബമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന ദിആമത്തൽ ബൈത്തി അസാസ്, വീടിനൊരടിസ്ഥാനമുണ്ട്. വീടിന്റെ ഫൗണ്ടേഷൻ, അടിത്തറയാണ് വീടിന്റെ അടിസ്ഥാനം, എല്ലാവർക്കും അറിയാം. എങ്കിൽ വദിആമത്തൽ ഈമാനി,
ഈമാനിന് ദീനിന് വലിയൊരു അടിസ്ഥാനമുണ്ട്. ഏതാണ് ദീനിന്റെ അടിസ്ഥാനം? അൽ മാരിഫത്തു ബില്ലാഹ് വൽ യഖീൻ വൽ അഖ്ലുൽ ഖാമിഉ. ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ദീനിന്റെ ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത് അൽ മാരിഫത്തു ബില്ലാഹി തആല, അല്ലാഹു തആലയെ അറിയേണ്ട വിധം അറിയുക. നല്ല ദൃഢമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, ആരിളക്കിയാലും ഇളകാത്ത വിശ്വാസം ആണ് യഖീൻ. യഖീൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ സുദൃഢമായ, ഇളക്കാൻ സാധിക്കാത്ത, ഉറച്ചു നിൽക്കുന്ന, സ്ഥിരമായി ഉറച്ചു നിൽക്കുന്ന സുദൃഢമായ വിശ്വാസമാണ് യഖീൻ. ഇതാണ് ദീനിന്റെ അടിസ്ഥാനം. പിന്നെ എന്തിനേയും കീഴ്പ്പെടുത്താൻ സാധിക്കും വിധത്തിലുള്ള ബുദ്ധിശക്തി, എന്തും കീഴ്പ്പെടുത്താൻ പറ്റുന്ന ചിന്താശേഷി. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഏതിനെയും കീഴ്പ്പെടുത്താൻ പറ്റുന്ന ബുദ്ധി എന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. തങ്ങൾ പറഞ്ഞു, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ മുഴുവൻ വർജിക്കുകയും കൽപ്പിച്ച നന്മകൾ മുഴുവൻ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ശരിയായ ബുദ്ധി. അതാണ് തൻ്റെ ഇടം. ഇതിന് കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ അവനാണ് ബുദ്ധിശാലി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറയുന്നത്, നമുക്ക് ഏത് കണ്ടാലും ചിന്തിച്ചാലും അള്ളാഹുവിനെ ഓർമ്മ വരുന്ന ഒരവസ്ഥ നമ്മിൽ നാം ഉണ്ടാക്കി തീർക്കണം. അവനാണ് മാരിഫത്തുള്ളവൻ എന്ന് മഹാരഥന്മാർ നിർവചിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെയും അറിയുകയും ചിന്തിക്കുകയും ചെയ്യുകയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് യഥാർത്ഥത്തിൽ ആരിഫ് എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ആരിഫുകളാകാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു തആല ആക്കി തരട്ടെ. ഓരോ ജീവികളും നിർജീവികളും വഇമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ വെച്ച് ചിരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയ സംഭവം നാം കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവനുള്ളവയും ഇല്ലാത്തവയും മരങ്ങൾ വരെ കല്ലുകൾ വരെ സംസാരിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. കാട്ടുജീവികളും നാട്ടുജീവികളും വളർത്തുജീവികളും അല്ലാത്തവയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് സാധനങ്ങൾക്കും അവയുടേതായ തസ്ബീഹുണ്ട്. വയിമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി. പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചലോകത്തുള്ള ഏത് സാധനങ്ങൾക്കും അവയുടേതായ ഭാഷയിൽ, രീതിയിൽ തസ്ബീഹുണ്ട്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. മനസ്സിലാകാൻ കഴിവുള്ളവർ, കേൾക്കാൻ പറ്റുന്ന കേൾവിശേഷി ഉള്ളവർ, അറിയാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ളവർ തിരിച്ചറിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ പല മഹാരഥന്മാരുടെ ചരിത്രങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. കുറെ വായിക്കുകയും കേൾക്കുകയുമല്ല കാര്യം, നാം ഉൾക്കൊള്ളുക എന്നതാണ്. ഇങ്ങനെ അല്ലാഹു തആലയുടെ വലിപ്പം ഉൾക്കൊണ്ടാൽ നമ്മുടെ നിസ്കാരം ശരിയാവും, ഇല്ലെങ്കിൽ ശരിയാവൂല. പണ്ട് നമ്മൾ പലതും ചെയ്യും, നമുക്ക് വ്യക്തിപരമായി നിർബന്ധമില്ലാത്ത പലതും നമ്മൾ ചെയ്യുന്നുണ്ട്.
ചിലപ്പോൾ സുന്നത്തുകളും ചെയ്യുന്നുണ്ട്, ഒരുപാട് മുബാഹുകളും ചെയ്യുന്നുണ്ട്. ഇവർ അല്ലാഹു അക്ബർ റെഡിയാക്കിയാൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറയാൻ കഴിയും. നമ്മളെ കാര്യം ബേജാറാണ്. എന്തിനാണ് നമ്മളെ ഫുഖഹാവ് വരെ, ആരിഫീങ്ങളൊക്കെ പറഞ്ഞു, ഷാഫി ഫുഖഹാവ് വരെ പറഞ്ഞു, ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു, ഒന്നുകൂടെ വിശദമായി തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞു. എന്തിനാണ് അല്ലാഹു അക്ബറിനെ നിസ്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഘടകമാക്കിയത്, നിസ്കാരത്തിൻ്റെ പ്രാരംഭ ഘടകമാക്കിയത്? ലിയസ്തഹദിറൽ മുസല്ലി മഅനാഹു അദ്ദാല അലാ അളമതി മൻ തഹയ്യ ലിഖിദ്മതി ലിയതിമ ലഹുൽ ഹൈബത്തു വൽ ഖുശൂ'. നിസ്കരിക്കുന്നവൻ അവൻ്റെ നിസ്കാരത്തിൽ ഉടനീളം അല്ലാഹു അക്ബറിൻ്റെ മഅനയെ ഓർമ്മിച്ച് നിലനിർത്തിയിരിക്കുക. ഇതിനാണ് ഇടയ്ക്കിടെ ഓരോ ചരണങ്ങളിലും അല്ലാഹു അക്ബറിനെ ആവർത്തിച്ചത്. നിസ്കാരത്തിൻ്റെ റൂഹാണ് ഹൈബത്തും ഖുശൂഉം. ഹൈബത്തും ഖുശൂഉം ഇല്ലെങ്കിൽ നിസ്കാരത്തിന് റൂഹില്ല, ജീവനില്ല എന്ന് നമ്മളെ ഷാഫി മദ്ഹബിലെ ഫത്വക്ക് അവലംബിക്കുന്ന തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ യഥാർത്ഥത്തിൽ വായിച്ചപ്പോൾ നല്ല ബേജാറ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെ മോശം കൊണ്ട്, തകരാറ് കൊണ്ട് നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ള വലിയൊരു സങ്കടത്തിലാണ് നമ്മൾ. അതൊന്ന് റെഡിയാക്കാനുള്ള ഒരു തീരുമാനം ഈ സിറ്റിങ്ങിൽ നമ്മൾ എടുത്താൽ ഇരുന്നത് മുതലായി. ഒരു തീരുമാനം എടുക്കൂല, അത് നടപ്പിലാക്കൂല, ഇങ്ങനെ ആയാലോ ഒരു ഉപകാരമില്ല. അതുകൊണ്ട് നമ്മൾ ഉപകാരമില്ലാത്തവരായി മടങ്ങരുത്, ഉപകാരം നേടിയവരായി മടങ്ങാൻ പറ്റണം. ഒരു അല്ലാഹു അക്ബർ റെഡിയാക്കുക. ഇതിൻ്റെ അർത്ഥം അറിയാത്ത ആരുമില്ലല്ലോ, വിശദമായ അർത്ഥം ആർക്കും അറിയില്ല എന്ന് മഹാരഥന്മാർ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശദമായ അർത്ഥം അറിയില്ല, എന്നാലും അതിൻ്റെ ചെറിയ രീതിയിൽ ഏറ്റവും വലിയവൻ അല്ലാഹുവാണ് എന്ന് നമുക്കറിയാം. പിന്നെ ആ അല്ലാഹു തആലയുടെ മുമ്പിൽ മുനാജാത്തിനായി നമ്മൾ ഒരുങ്ങി റെഡിയായി പ്രതിജ്ഞ ചെയ്ത് ഖാലിസൻ ലില്ലാഹി തആല എന്ന് ആണ് എൻ്റെ വാപ്പ പഠിപ്പിച്ചിട്ടുള്ളത്. നിയ്യത്ത് ചെയ്യുമ്പോഴേ മൂപ്പരത് അങ്ങനെയാണ്, നമ്മളതങ്ങനെ ആയി കിട്ടണ്ടേ. ലില്ലാഹി തആല എന്ന് പറയുമ്പോൾ ഖാലിസൻ ലില്ലാഹി തആല ഉസല്ലി ഫർള സ്വലാത്തിൽ മഗ്രിബി സലാസ റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ കഅബത്തി ശരീഫത്തി അദാഅൻ ഇമാമൻ അല്ലെങ്കിൽ ഔ മഅൽ ഇമാമി ഖാലിസൻ ലില്ലാഹി തആല, അല്ലാഹു തആലക്കായി മാത്രം എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത് നിയ്യത്തുറപ്പിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് അല്ലാഹുവിനേക്കാൾ വലിയവരാരൊക്കെയോ മനസ്സിൽ കയറി വരുന്നുവെങ്കിൽ നമുക്ക് കബളിപ്പിക്കാൻ പറ്റുന്നവനാണോ അല്ലാഹു തആല? നമ്മളിത് ചിന്തിക്കാറുണ്ടോ? നമ്മളോടാണെങ്കിൽ പറയാം, നമ്മോടൊരാൾക്ക് പറയാം, എനിക്കടാ ഏറ്റവും വലിയത് ഈ തന്നെയാണ്, നിന്നോളം വലിയൊരു സ്നേഹിതൻ എനിക്ക് വേറെ ഇല്ല, ഞാൻ ഏറ്റവും വലിയ ആളായിട്ട് താങ്കളെ തന്നെ കാണുന്നത് എന്ന് പറയാം. അള്ളാഹുവിനോട് ഇത് പറയാൻ പറ്റുമോ? അപ്പൊ ഏറ്റവും വലുതായി, വലിയവനായി, ഏറ്റവും മഹാനായി, എല്ലാ കഴിവിൻ്റെയും ഉടമയായി, എല്ലാ സ്വാധീനത്തിൻ്റെയും ഉടമയായി, എന്തിൻ്റെയും പരമാധികാരിയായി, എന്തും ചെയ്യാൻ അവകാശമുള്ളവനായി ഞാൻ അള്ളാഹുവിനെ മാത്രം കാണുന്നു എന്ന് ഉറപ്പിക്കുന്നവൻ. അള്ളാഹുവിനല്ലേ അധികാരം? അള്ളാഹുവിനല്ലാത്ത ആർക്കുണ്ട് അധികാരം? ഒരാൾക്കും അധികാരമില്ല. ഒരധികാരവും അള്ളാഹുവേതര സാധനങ്ങളോ വ്യക്തികളോ ആർക്കും ഒരധികാരവും ഇവിടെ അവകാശപ്പെടാനില്ല. ഒരാൾക്ക് അധികാരമുണ്ടെങ്കിൽ യൂത്തിൽ മുൽക്ക മയ്യശാ തൂത്തിൽ മുൽക്ക മൻ തശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള അധികാരം അള്ളാഹു കൊടുക്കും. ഒരു
പെണ്ണിനെ ഭരിക്കാനുള്ള അധികാരമാണെങ്കിലും, ഒരു കുടുംബത്തെ ഭരിക്കാനുള്ള അധികാരമാണെങ്കിലും, ഒരു ബിസിനസ് ഗ്രൂപ്പിനെ ഭരിക്കാനുള്ള അധികാരമാണെങ്കിലും, ഒരു മഹല്ലത്തിനെയോ യൂണിറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡിവിഷനെയോ ഭരിക്കാനുള്ള അധികാരമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജില്ലയോ അല്ലെങ്കിൽ സംസ്ഥാനം തന്നെ പ്രാസ്ഥാനികമായി ഭരിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ ഈ അധികാരം ആര് തരുന്നു? അല്ലാഹു തആല തരുന്നു. തന്നില്ലെങ്കിൽ കിട്ടൂല. നമുക്കെവിടെ അധികാരമില്ല. ആരോഗ്യം നമുക്കുണ്ടോ? ഇല്ല. അല്ലാഹു തആല തന്നില്ലെങ്കിൽ ആരോഗ്യമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ജോലിയുണ്ടോ? അല്ലാഹു തആല തന്നില്ലെങ്കിൽ ജോലിയുണ്ടോ? ഇല്ല. അല്ലാഹു തആല തന്നില്ലെങ്കിൽ നമുക്ക് എക്സാം ഉണ്ടോ? ഇല്ല. അല്ലാഹു തആല തന്നില്ലെങ്കിൽ നമുക്ക് പഠനമുണ്ടോ? ഇല്ല. വായനയും അല്ലാഹു തആല നമ്മിൽ സൃഷ്ടിക്കണം. വായനയുടെ ശേഷിയും അല്ലാഹു തആല നമ്മിൽ സൃഷ്ടിക്കണം. അതിനാവശ്യമായ മുഴുവൻ കഴിവുകളും ചിന്തകളും അല്ലാഹു തആല സൃഷ്ടിച്ചതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് അല്ലാഹു ഇടമുറിയാതെ നമ്മിൽ അത്തരത്തിലുള്ള വാസനകൾ സൃഷ്ടിക്കുന്നു. നാം വളരെയധികം ഒരാളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹിതൻ അള്ളാഹുവിൻ്റെ സംവിധാനമല്ലേ? അള്ളാഹു സൃഷ്ടിച്ചതല്ലേ? അയാളെ നമ്മളെ മുമ്പിലെത്തിച്ചത് അല്ലാഹു തആലല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെയും പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഏറ്റവും വലിയവൻ അല്ലാഹു തആലയാണ് എന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ മഹാന്മാര് ചോദിക്കുകയാണ്, നീ ഇതുവരെ അല്ലാഹുവിനായി നിന്റെ ഏതെങ്കിലും വൈകാരികത ശഹ്വത്ത് ഒഴിവാക്കിയിട്ടുണ്ടോ? മാറ്റിവെച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണം. ഇബാറ വായിക്കാൻ അറിയാം, ഞാൻ വായിക്കണില്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി നിന്റെ ഏതെങ്കിലും താല്പര്യം നീ മാറ്റിവെച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി നിന്റെ മനസ്സ് നഫ്സ് ഇച്ഛിക്കുന്ന ഒരു ഫുഡാകാം, അത് നീ ഒഴിവാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന ഒരു പാനീയം അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി നീ ഒഴിവാക്കിയിട്ടുണ്ടോ? ഹലാലാവണം. ഹലാലാണെന്ന് ഉറപ്പുള്ളതാണോ നമ്മൾ കഴിക്കുന്നതൊക്കെ? അല്ല. എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കണ്ട എന്നല്ല പറയുന്നത്. അതിനും ആരിഫീങ്ങൾ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിക്കണ്ട എന്നല്ല. നല്ല ഭക്ഷണം കഴിക്കേണ്ടിടത്ത് നല്ലത് കഴിക്കണം. കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ താല്പര്യം വീട്ടുക എന്നതല്ല, നമ്മുടെ വികാരത്തെ, ഭക്ഷ്യവികാരത്തെ ശമിപ്പിക്കുക എന്നതല്ല അവിടെ ലക്ഷ്യമാക്കേണ്ടത്. എന്താണ് ലക്ഷ്യമാക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി ആണല്ലോ നമ്മുടെ ശരീരം. ഈ സൃഷ്ടിയെ അള്ളാഹുവിനായി പരിഗണിക്കുന്നു എന്ന ഒരു ബോധത്തോടു കൂടെയാണ് നല്ല ഭക്ഷണം മുമ്പിൽ കിട്ടിയാൽ അത് കഴിക്കേണ്ടത്. അപ്പോ അളവ് ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അളവ് ലംഘിച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയെ പരിഗണിക്കാനാകൂല, അവഗണിക്കൽ ആയിപ്പോകും. ഇങ്ങനെ നല്ലത് കിട്ടുമ്പോൾ, നല്ല ഡ്രസ്സ് കിട്ടുമ്പോൾ, നല്ല വാഹനം കിട്ടുമ്പോൾ, മറ്റു നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ ഇന്ന ലിനഫ്സിക അലൈക ഹഖ, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിനക്ക് നിന്റെ നഫ്സിനോട് കടപ്പാടുണ്ട്. ഈ കടപ്പാട് വീട്ടുന്നതിനായി, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയെ പരിഗണിക്കുന്നതിനായി ഞാൻ ഈ സംവിധാനങ്ങൾ നൽകുന്നു എന്ന ബോധമാണ് മനുഷ്യന് വേണ്ടത്. തൻ്റെ ആഗ്രഹം ശമിപ്പിക്കുക എന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ രീതിയിൽ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിനാക്കി മാറ്റുക എന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടാകണം. അപ്പൊ അള്ളാഹു അക്ബർ റെഡിയാകും. ഏറ്റവും വലുത് അള്ളാഹുവാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കാണുന്നവൻ അള്ളാഹുവാണ്. വേറെ ആരും കാണണമെന്നില്ല. മനസ്സിലെ വിവിധ തരത്തിലുള്ള ചിന്തകൾ കാണുന്നവൻ അള്ളാഹുവാണ്. അങ്ങനെ ആ ഒരു രസത്തോടുകൂടെ അള്ളാഹു അക്ബർ പറഞ്ഞാൽ ഈ രസം നിലനിർത്താൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എത്തുമ്പോൾ ആ രസം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിനെ കാണുമ്പോഴുള്ള ഒരു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സംബോധനത്തിന് നമുക്ക് സാധിക്കണം. അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇതിനൊക്കെ നമുക്ക് വഴിവെച്ചു തന്ന
ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മൾ പറയാൻ നിർബന്ധിതരാണല്ലോ, നിർബന്ധ ബാധ്യതയുള്ളവരാണല്ലോ. പറയുമ്പോൾ ഈ ഒരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തട്ടണം. തങ്ങളോടുള്ള ആ സംബോധനം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രമായി ഉള്ള മുനാജാത്തായി അല്ലാഹു തആല സംവിധാനിച്ച നിസ്കാരത്തിൽ ഒരു സൃഷ്ടിയോട് മാത്രമാണ് നേരിട്ടുള്ള സംബോധനം. വേറെ ഏത് മനുഷ്യനോട് സംസാരിച്ചാലും നിസ്കാരം ബാത്തിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുന്ന പോലെ കാണാൻ നമുക്ക് സാധിക്കണം. ആ തങ്ങളാണ് നമ്മയ്ക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഫകാന ഖിതാബുഹു കഖിതാബില്ലാഹി തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സംബോധനം അള്ളാഹുവിനോടുള്ള സംബോധനത്തെ പോലെയായി എന്നാണ് അതും തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ, ആ ഒരു രസം നമുക്കുണ്ടാക്കാൻ സാധിക്കണം. നമുക്കറിയാലോ, നമ്മളൊക്കെ കേട്ടതാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് മരിക്കാണെന്ന് കണ്ടപ്പോ അവിടുത്തെ ഭാര്യ വല്ലാത്ത സങ്കടപ്പെട്ട് കരഞ്ഞു. അവിടുന്ന് ചിരിക്കുകയാണ് ചെയ്തത്. എന്തൊരാനന്ദം, എന്തൊരാനന്ദമോ! എന്താ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിസ്ബ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതന്മാരെ കാണാനാണല്ലോ നമുക്ക് അവസരമൊരുങ്ങുന്നത്. ആരാ സ്നേഹിതന്മാർ? മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിസ്ബ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരെ കൂടെ എൻ്റെ മുമ്പിൽ അവരുടെ സഹാബിമാരായി വഫാത്തായി പോയ അവരുടെ ടീമും അവരെ കാണാനാണല്ലോ പോകുന്നത്. എന്തൊരാനന്ദമാണ് എന്ന സന്തോഷം കൊണ്ട് പുളകം കൊള്ളാൻ അവർക്ക് സാധിച്ചു. മഹാനായ ശൈഖ് അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു അവരുടെ വഫാത്തിന്റെ സമയം കാണാം. അതെന്താ? അവരുടെ വഫാത്തിന്റെ സമയത്ത് കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ പറയുന്നു, വഫാത്തിന്റെ അന്ന് രാത്രി ഒരുപാട് തവണ ആവർത്തിച്ച് നമ്മളെ മൗലിദിലുള്ളത് ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹുന, അവര് അന്ന് ചൊല്ലിയത് 300കളിൽ ഹിജ്റ 300കളിൽ വഫാത്തായവരാണ് ശിബിലീതങ്ങൾ. കുല്ലു ബൈത്തിൻ അന്ത സാക്കിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിൻ നാസു ബിൽ ഹുജജി. ഇതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ഒരു മഹബത്ത് നോക്കണം. അല്ലാഹു തആലയെ ശരിയായ രീതിയിൽ മഹബത്ത് വെച്ചാൽ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കാൻ സാധിക്കും. അല്ലാഹു തആലയോട് അളവറ്റ മഹബത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ചപ്പോൾ അവർക്ക് വഫാത്തിന്റെ സമയത്ത് ഹബീബിനെ കാണാൻ കഴിഞ്ഞു. അല്ലാഹു തആല നമുക്കും ആ തൗഫീഖ് നൽകി തരട്ടെ. അത് പറഞ്ഞ കാരണം കൊണ്ടെങ്കിലും അർഹമുർ റഹീമീന ഈ മസ്ജിദിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണേ അല്ലാഹ്. അവരത് ആവർത്തിച്ച് ഒരുപാട് തവണ ചൊല്ലിക്കൊണ്ടിരുന്നു. ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖിതാബ് ചെയ്യാണ്. ഇത് ആ വഫാത്തിന്റെ സമയത്ത് ആ ഖിതാബിന് സാധിക്കണമെങ്കിൽ തങ്ങളെ മുമ്പിൽ കാണണ്ടേ? കാണും. വേണ്ട പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊണ്ടവർക്ക് മരണസമയത്ത് കാണാൻ കഴിയും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വരും, സമാധാനിക്കാൻ വരുമെന്നതിന് ഒരുപാട് രേഖകളുണ്ടല്ലോ. ആ രേഖ അവരിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഇങ്ങനെ തങ്ങളെ കണ്ടു മരിക്കാൻ അവർക്ക് ഈ മഹബത്തിന്റെ പേരിൽ സാധിച്ചു. നമ്മളും അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അൽ മുഹിബ്ബു ലാ യർളാ ബിമുഖാലഫത്തി ഹബീബിഹി, നമ്മിൽ മഹബത്തുണ്ടോ എന്ന് അളക്കാൻ അളവുകോൽ പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഖുൽ
പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. എന്ത്? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. മഹബത്ത് വാദിക്കാൻ, മഹബ കോൺഫറൻസ് ആണ് നമ്മുടേത്. മഹബത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള സബബാകാനായി നമ്മുടെ നേതാക്കൾ സംവിധാനിച്ച കോൺഫറൻസ്. അല്ലാഹു തആല ഇതിനെ അന്വർത്ഥമാക്കും വിധത്തിൽ ആ മഹബത്ത് അർഹമുർ റഹീമീനെ ഞങ്ങളിൽ പടച്ചു നിലനിർത്തി തരണേ അല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു തആലയോട് മഹബത്ത് ഉണ്ട് എന്നാ നിങ്ങളെ വാദം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്നോടൊരാള് എടോ നിനക്ക് അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയണ്ട, മിണ്ടാതിരുന്നോളണ്ടി എന്ന് പറഞ്ഞു. നിനക്ക് അള്ളാഹുവിനോട് മഹബത്തുണ്ടോ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഔലിയാഇന്റെ ലീഡർമാരിൽപ്പെട്ടവരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിനക്ക് അള്ളാഹുവിനോട് മഹബത്തുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ ഈ മറുപടി പറയണ്ട, മിണ്ടാതിരുന്നോ. അതെന്താ? ഇല്ല എന്ന് പറഞ്ഞാ ബേജാറാ. കാരണം ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. അല്ലാഹു തആലയോടും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അങ്ങനെ ആരോടെല്ലാം മഹബ്ബത്ത് നിർബന്ധമാണോ അവരോട് മഹബ്ബത്തില്ലാത്തവന് ഈമാനില്ല എന്നവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹബ്ബത്ത് അല്ലാഹുവിനോട് ഇല്ല എന്ന് പറഞ്ഞാൽ കാര്യം ബേജാറാ, കാഫിറാവോന്ന് പേടിക്കണം. എന്നാ മഹബത്ത് ഉണ്ട് എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കാരണം ഒരു ശരിയായ മുഹിബിന്റെ ഔസാഫുകൾ, ഗുണങ്ങൾ, സ്വഭാവങ്ങൾ നിന്നിൽ പ്രകടമാകുന്നില്ല. പിന്നെങ്ങനെ മഹബത്ത് ഉണ്ട് എന്ന് പറയാ? അപ്പൊ രണ്ട് പറഞ്ഞാലും സുയിപ്പ. അതുകൊണ്ട് മഹബത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു. ആ വാക്ക് അത് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ വലിയ വലിയ മഹാന്മാർ അവര് പറയുന്ന, അവരുടേത് കേൾക്കുന്ന ശിഷ്യന്മാരും ഔലിയാക്കന്മാരാ, അവരോടാ പറയുന്നത്. അപ്പൊ മഹബത്തുണ്ടെങ്കിൽ ഫത്തബിഊനി, മഹബത്തുള്ളവനിൽ നിന്ന് സ്വാഭാവികമായി അല്ലാഹു തആല ഏറ്റവും മഹബത്ത് വെച്ച ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യുക എന്നത് സ്വാഭാവികതയോടെ വരും. അതുകൊണ്ടാണല്ലോ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിതു ബിഹി. സയ്യിദുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കിത് പറയാൻ ഒരധികാരമില്ല, ഒരവകാശമില്ല, പറഞ്ഞിട്ടെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈമാൻ ശരിപ്പെടണമെങ്കിൽ തൻ്റെ ദേഹേച്ഛ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, കർമ്മങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ ഇവയോട് തൻ്റെ ശാരീരിക മാനസികമായ താല്പര്യം, ഇച്ഛ അതിനോട് യോജിച്ചുവെന്നെങ്കിലേ ഈമാൻ ശരിപ്പെട്ടവനാകൂ. നമ്മുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ മുഴുവൻ, പൂതികൾ മുഴുവൻ പ്രകൃതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതിനോട് യോജിക്കുക എന്ന അവസ്ഥ ഉണ്ടായെങ്കിലാണ് ഈമാൻ ശരിപ്പെടൂ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ ചിന്തിക്കാമല്ലോ, ഓരോരുത്തർക്കും അവനവനെ ചിന്തിക്കാമല്ലോ. നമ്മുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും തങ്ങളുടെ ആഗ്രഹത്തോട് ഒത്തോ ഇല്ലേ? അപ്പൊ വലിയൊരു അളവുകോലാണ് ഫത്തബിഊനി ഫത്തബിഊനി എന്നത്. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് തിരിച്ച് മഹബത്ത് കിട്ടും. അൽ ജസാഉ മിൻ ജിൻസിൽ അഅമാൽ, എങ്ങനെയാണോ മനുഷ്യന്റെ അമലുകൾ, ആ അമലുകൾക്കനുസരിച്ചാണ് പ്രതിഫലം. അമലുകളുടെ അതേ ഇനത്തിൽപ്പെട്ടതായിരിക്കും പ്രതിഫലം. അള്ളാഹുവിനോട് എങ്ങോട്ട് മഹബത്തുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മഹബത്ത് കിട്ടും. നമുക്ക് മനസ്സിന്റെ ഉള്ളിലെ സ്നേഹം, ആ ഒരു സ്നേഹം അള്ളാഹുവിനോടും തങ്ങളോടും വന്നാൽ തീർച്ചയായും അൽ മുഹിബ്ബു ലാ യർളാ ബി മുഖാലഫത്തി ഹബീബിഹി, ഒരു മുഹിബ്ബും താൻ ഏറെ സ്നേഹിക്കുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന ആളോട് ഒരു തരത്തിലും എതിരാകാൻ അവന് സാധിക്കില്ല. ഒരു വെറുപ്പും താൻ ഏറെ സ്നേഹിക്കുന്നവരിൽ നിന്ന് സമ്പാദിക്കാൻ യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഉള്ളിലെ സ്നേഹമുള്ള സ്നേഹിക്ക് സാധിക്കുകയില്ല. അത് പ്രകൃതമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രകൃതി ഇത് നമ്മുടെ മശായിഖിനുണ്ട്, നമ്മുടെ നേതാക്കൾക്കുണ്ട്.
അങ്ങനെ നിയ്യത്ത് സംവിധാനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശൈഖുന ബഹറുൽ ഉലൂം അവരാണ് നമ്മുടെ ഈ ശൈഖുമാരുടെയൊക്കെ ശൈഖ്. അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവർ മദീന മുനവ്വറയിൽ പോയപ്പോൾ സലാം ചൊല്ലിയ ഒരു സംഭവമുണ്ട്. അവിടെ നിന്ന് സലാം ചൊല്ലിയിട്ട് മുനാജാത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം മനസ്സിൽ നിറഞ്ഞപ്പോൾ വന്ന് ബേക്കോട്ടടിച്ച് ആ മതിരുമേൽ പുറം ചുമരുമേൽ മസ്ജിദുൻ നബവിന്റെ ചുമരുമേൽ പുറം തട്ടിയപ്പോഴാണ് അറിയണത് അത്രയും ബേക്കോട്ട് പോകുന്നതാണ്. മുനാജാത്തിനുണ്ട് ലയിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന അവസ്ഥ അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞ്. നമ്മൾ പലരും അവിടെ പോയാൽ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവുക. സുബ്ഹാന റബ്ബി, വല്ലാത്തൊരു മോശപ്പെട്ട ചിന്ത. അല്ലാഹു തആല ആ നല്ല ചിന്തകൾ, നല്ല മഹാരഥന്മാരെ തൃപ്തിപ്പെടുത്തുന്ന ചിന്തകൾ മാത്രം നമ്മിൽ പടച്ചു തരട്ടെ.